AI ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ എസ്റ്റിമേഷൻ കാണാമെന്നുള്ളതാണ് ജസ്റ്റ് നോക്കുന്നത്. അതിനായിട്ട് നമ്മുടെ AI എസ്റ്റിമേഷൻ എന്ന വെബ് ആപ്പിൽ വന്നിട്ട് നമ്മളിവിടെ അടിയിലേക്ക് വന്ന രണ്ട് ഓപ്ഷൻസ് ആയിട്ട് കാണാം. ഇപ്പോൾ നമ്മൾ ഇൻപുട്ടിലാണ് നമ്മൾ എന്തൊക്കെയാണ് വീടിൻ്റെ ഡീറ്റെയിൽസ് എന്നുള്ളത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് റിപ്പോർട്ട്, ഇതിലാണ് നമ്മളെ പ്രൈസിങ്ങും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ബേസിക് ആയിട്ട് ഇൻപുട്ട് ഒന്ന് കാണിക്കാം. അതായത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എത്ര എന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. 500 മുതൽ 5000 വരെ ഉള്ളതാണ് ഇതിൽ വരിക. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് അടിയിലാണെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു സ്ക്വയർ ഫീറ്റ് മാത്രം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലായിട്ട് കുറേ ഓപ്ഷൻ, നിങ്ങൾക്ക് ഇൻപുട്ട് കൊടുക്കാനുള്ള പല പല ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. ഫർണിച്ചേഴ്സ് ആണെങ്കിലും ഇന്റീരിയറിൻ്റെ കേസ്, പിന്നെ അതേപോലെ തന്നെ കൺസ്ട്രക്ഷൻ്റെ ഓരോ മെറ്റീരിയൽസ് കാര്യങ്ങൾ ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അത് നമുക്ക് പറ്റുകയാണെങ്കിൽ ലാസ്റ്റ് പറയാം. ജസ്റ്റ് നമുക്ക് റിപ്പോർട്ടിൻ്റെ കേസിലൊന്ന് നോക്കാം. ഇപ്പോൾ സാധാരണക്കാർക്ക് ജസ്റ്റ് സ്ക്വയർ ഫീറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്വയർ ഫീറ്റ് കൊടുക്കാം. എന്നിട്ട് റിപ്പോർട്ടിലേക്ക് വരാം. റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഇവിടെ നമുക്കൊരു പ്രിന്റ്, നമ്മുടെ എസ്റ്റിമേഷൻ പ്രിന്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് മുകളിൽ ഇവിടെ കാണുന്നത്. അത് കഴിഞ്ഞ് അടിക്ക് വരുമ്പോൾ നമുക്ക് എത്രത്തോളം കോസ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ, നമ്മളെ കൊടുത്തത് പ്രകാരം എത്ര കോസ്റ്റ് വരുന്നത് എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ അടിക്ക് വന്നാൽ നമുക്കൊരു ആവറേജ് എത്രത്തോളമാണ് സ്ക്വയർ ഫീറ്റിന് വരുന്നത്, പിന്നെ എത്ര ടൈം എടുത്തിട്ടാണ് നമുക്ക് കൺസ്ട്രക്ഷൻ ചെയ്യാനുള്ള ടൈം എത്ര എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ടോട്ടൽ സ്ക്വയർ ഫീറ്റ്, പിന്നെ അതേപോലെ തന്നെ സ്ട്രക്ചർ വർക്കിന് എത്ര കോസ്റ്റ്, ഫിനിഷിങ്ങിന് എത്ര കോസ്റ്റ് എന്നുള്ള അവിടെ മെൻഷൻ, ഒരു ആവറേജ് കോസ്റ്റ് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ അടിക്ക് വന്നാലാണ് ഐറ്റമൈസ്ഡ് കോസ്റ്റ് എസ്റ്റിമേഷൻ കാണാൻ കഴിയുന്നത്. ഇതിൽ നമുക്ക് ഓരോരോ സെക്ഷൻക്ക് എത്ര കോസ്റ്റാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇവിടെ കാണാം. പിന്നെ അതിൻ്റെ അടിക്ക് വന്നാൽ അത് എത്ര പെർസെൻറ്റേജ് വന്നിട്ടുണ്ട്, എത്ര റേറ്റ് ആണ് വരുന്നത്. ഇപ്പോൾ എർത്ത് വർക്ക് ആൻഡ് എക്സ്കവേഷൻ ഇവിടെ അതിൻ്റെ റേറ്റ് ഇവിടെ കാണാം. പിന്നെ അതേപോലെ തന്നെ ഓരോ സ്റ്റേജിൻ്റെ റേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം അത് എത്രത്തോളമാണ് ടോട്ടൽ ബഡ്ജറ്റിൻ്റെ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ആവറേജ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ടാവും. പ്രൈസിൻ്റെ ആവറേജുകളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തും കാണാം. അതിൻ്റെ അടിക്ക് വന്നാൽ നമുക്ക് ഡിഫറൻറ്റ് പാക്കേജ്, ഇപ്പോൾ നമ്മളൊരു എക്കണോമി പാക്കേജാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിയിൽ നമുക്ക് അത് പ്രീമിയം ആക്കാനും ലക്ഷറി ആക്കാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് എക്കണോമി തന്നെ സെലക്ട് ചെയ്യാൻ കുറേ പാക്കേജസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ അതിൻ്റെ അടിക്ക് വന്നാലാണ് നമ്മുടെ റോ മെറ്റീരിയൽ ക്വാണ്ടിറ്റി ആൻഡ് ബ്രാൻഡ് സെലക്ടർ എന്ന് പറഞ്ഞ സെക്ഷൻ വരുന്നത്. ഇതിൽ വന്നാൽ ഓരോരോ മെറ്റീരിയൽസിൻ്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ സിമെന്റ്, ഇവിടെ ഫസ്റ്റ് സിമെന്റ് വരുന്നുണ്ട്, സ്ട്രക്ചർ സ്റ്റീൽ വരുന്നുണ്ട്, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റി എത്രയാണ് വേണ്ടതെന്നുള്ളത് ഇവിടെ ഒരു ആവറേജ് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ റേറ്റിൻ്റെ ആവറേജ് 20, പിന്നെ ടോട്ടൽ എത്ര എന്നുള്ളതിൻ്റെ ആവറേജ് 20 കൊടുത്തിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഓരോ മെറ്റീരിയൽസിനും നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ സിമെന്റ് ആണെങ്കിൽ 368 ബാഗ്സ് എന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിൽ വന്നാൽ ഒരു ആരോ കാണാം. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ബ്രാൻഡുകൾ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സിമെന്റിൽ തന്നെയുള്ള ബ്രാൻഡുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഓരോ ബ്രാൻഡ് കൊടുക്കുന്നതിനനുസരിച്ച് അവിടെ റേറ്റ് മാറുന്നത് കാണാം. പിന്നെ അതിൻ്റെ അടിയിൽ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ബ്രാൻഡ് ഇതിലില്ലെങ്കിൽ ഇവിടെ ഒരു കസ്റ്റം ആയിട്ടുള്ള ബ്രാൻഡ് നെയിം ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഇത് കൊടുക്കാം. നിങ്ങൾക്ക് ബ്രാൻഡിൻ്റെ പ്രൈസിങ്ങും കൂടെ ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിൽ വന്നാലും ഇപ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ വന്നാലും എംസാൻഡിൽ വന്നാലും ഈ ഓപ്ഷൻ കാണാം. അങ്ങനെ നിങ്ങൾക്ക് ഓരോന്നിലും വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അതിൻ്റെ അടിക്ക് വന്നാലും നിങ്ങൾക്കൊരു പ്രൊഡക്റ്റ് തന്നെ കസ്റ്റമായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്കൊരു കസ്റ്റമായിട്ടൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ അടിയിലേക്ക് വന്നാലാണ് നമ്മുടെ ആക്റ്റീവ് കൺസ്ട്രക്ഷൻ ഷെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് നിങ്ങൾ കൺസ്ട്രക്ഷൻ ഏത് ടൈമിലാണ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഡേറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ദിവസം എടുക്കാൻ പറ്റുന്നു. ഓരോരോ സ്റ്റേജ് ആയിട്ട് ഇപ്പോൾ ഇവിടെ കാണാൻ കുറേ സ്റ്റേജ് ആയിട്ട് അത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്റ്റേജിനും ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ഓരോ സ്റ്റേജിന് ആവറേജ് എത്ര ടൈം എടുക്കുന്നു, പിന്നെ അതിന് എന്ന് മുതൽ എത്രാം തീയതി വരെയാണ് അതിൻ്റെ ടൈം എടുക്കുക എന്നുള്ളതിൻ്റെ ആവറേജും എത്ര വീക്സ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത് കൂടാതെ തന്നെ അതിൻ്റെ അടിയിൽ വന്നാൽ ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട്. ഇതിൽ നിങ്ങൾ ഇപ്പോൾ ആ ഒരു സ്റ്റേജ് കഴിഞ്ഞ് അടുത്ത സ്റ്റേജിലേക്ക് നിങ്ങളൊരു കുറച്ച് കാലം കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞിട്ടാണെന്നുള്ള ഇവിടെ കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി ഡേറ്റ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആകുകയും എത്ര കാലം എടുക്കുന്നുള്ളത് ഇവിടെ മാറും. അങ്ങനെ നമ്മൾ ഷെഡ്യൂളിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ഒരു ഭാഗത്ത് പറ്റും. അതുകൂടാതെ തന്നെ ഈ ഷെഡ്യൂളിങ്സിനൊക്കെ സെക്ഷൻ കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് കോസ്റ്റ് ഒപ്റ്റിമൈസർ എന്ന് പറഞ്ഞ സെക്ഷനാണ്. അതായത് നിങ്ങൾക്ക് കുറച്ച് ടിപ്സാണ് ഇവിടെ തരുന്നത്. ഇപ്പോൾ ഓരോരോ കാര്യങ്ങളും, ഇപ്പോൾ ജിപ്സം പ്ലാസ്റ്ററിങ് കൊടുത്താൽ നിങ്ങൾക്ക് ഒരു ആവറേജ് എത്ര കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് ടിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എത്രത്തോളം റേറ്റ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഒരു ആവറേജ് അവിടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഇനി നമുക്ക് ഇൻപുട്ട് സെക്ഷൻ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചും കൂടെ നോക്കി നോക്കാം. ഇപ്പോൾ നമ്മൾ ഇൻപുട്ട് സെക്ഷനിൽ വന്നാൽ നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത് ബിൽഡപ്പ് ഏരിയ മാത്രം കൊടുക്കുകയാണ്. അതിൻ്റെ അടിയിൽ നമുക്ക് നമ്പേഴ്സ് ഓഫ് ഫ്ലോർ ലെവൽസ്, എത്ര ഫ്ലോർ ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഡിസ്ട്രിക്ട്, നിങ്ങളുടെ ജില്ല ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓരോ ജില്ലക്കനുസരിച്ചിട്ട് ഓരോ ടൈപ്പിലാണ് റേറ്റിംഗ് ആവറേജ് ഉണ്ടാവുക. ഇപ്പോൾ ഞാനിവിടെ മലപ്പുറം തന്നെ സെലക്ട് ചെയ്യുകയാണ്. അതിൻ്റെ അടിയിൽ വന്നിട്ട് നമ്മുടെ സോയിൽ അല്ലെങ്കിൽ എർത്ത് ഫൗണ്ടേഷൻ ടൈപ്പ് ഏതാണെന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അവിടെ സ്റ്റാൻഡേർഡ് ഹാർഡ് റബിൾ ഉണ്ട്, ഗ്രാവൽ ഉണ്ട്, അങ്ങനെ പല സെക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇനി കസ്റ്റമായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള സെക്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ അടിയിൽ റൂംസിൻ്റെ നമ്പേഴ്സ് കൊടുക്കാനുള്ളത്, അപ്പോൾ ഇതെത്രയാണ് റെക്കമെൻഡഡ് ആയിട്ട് പറയുന്നത്, എന്നിട്ട് നിങ്ങൾക്ക് റെക്കമെൻഡഡ് അപ്ലൈ ചെയ്യാൻ എത്ര വരെ പോകാന്നുള്ളത് ഒരു ആവറേജ് അതിവിടെ കാണിച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് അവിടെ ഏകദേശം ഒരു സ്ക്വയർ ഫീറ്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷണലായിട്ട് ഒരു ആവറേജ് തരുന്നതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കി നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ക്വാളിറ്റി സ്പെസിഫിക്കേഷൻ ഗ്രേഡ്, അതായത് നിങ്ങൾ ഏത് ക്വാളിറ്റിയിലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ എക്കണോമി ആണോ പ്രീമിയം ആണോ, അത് നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസിങ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളെ എഞ്ചിനീയറോ അല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമർക്ക് കൊടുക്കുന്നതോ വേറൊരു രീതിയിലാണ് പ്രൈസിങ് ഇടണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടിക്ക് വന്നാൽ നിങ്ങൾക്ക് അഡീഷണൽ ഇപ്പോൾ CCTV, സ്മാർട്ട് ഹോം ഓട്ടോമേഷൻ, അതുപോലെ തന്നെ ഇത്
സോളാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിലുള്ള സെക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഓരോന്നായിട്ട് നിങ്ങൾക്ക് അതിലുള്ള എത്ര കപ്പാസിറ്റി കാര്യങ്ങൾ, ഇപ്പോൾ ഇതാണെങ്കിൽ ലാൻഡ്സ്കേപ്പ് ആണെങ്കിൽ എത്ര ഏരിയ വരുന്നുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്ഥലം, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ വന്നാൽ നമ്മുടെ കിച്ചണിൻ്റെ സെറ്റപ്പ് ഏത് ടൈപ്പ് മെറ്റീരിയൽ ആണെന്നുള്ളത് നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ വാട്ടർ സപ്ലൈ സോഴ്സിങ് അതും കസ്റ്റം ചെയ്യാനും നിങ്ങൾക്ക് ഇവിടെ ആൾറെഡി കൊടുത്ത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. കസ്റ്റം എന്ന് പറഞ്ഞത് ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് അതിൻ്റെ റേറ്റും കാര്യങ്ങളും കൊടുക്കാനുള്ള സ്പേസ് ആണ് ഉണ്ടാവുക. അടുത്തത് നമ്മൾ ഇൻറ്റീരിയറിൻ്റെ കുറച്ച് പോയിന്റ്സ് ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾ ഏത് മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ആവറേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ വാർഡ്രോബ്സ് എത്രയാണ് വരുന്നത്, പിന്നെ നിങ്ങൾക്ക് ഇത് സീലിംഗ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സീലിങ്ങിന് ഇവിടെ ടിക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫർണിച്ചേഴ്സ് ആഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ടീക്കുഡ് സോഫ അത് ആഡ് ചെയ്യണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതല്ല 6 സീറ്റർ ഡൈനിങ് സെറ്റ് ഇതൊന്നും അല്ലാതെ നിങ്ങൾക്ക് കസ്റ്റം ചെയ്തിട്ടുള്ളത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫർണിച്ചറിൻ്റെ പേരും അതേപോലെ തന്നെ എത്രയാണ് കോസ്റ്റ് വരാന്നുള്ളത് ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഫർണിച്ചറും നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് പേര് ജസ്റ്റ് 1 എന്ന് കൊടുക്കാം. അവിടെ ഫർണിച്ചർ ആഡ് ആയിട്ടുണ്ട്. ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാനും പറ്റും. ഇനി അടുത്ത വീട്ടിലേക്ക് വേണ്ട ഫ്രിഡ്ജ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്, AC, അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഭാഗത്ത് സെലക്ട് ചെയ്ത് കൊടുക്കും. അതിലും നിങ്ങൾക്ക് കസ്റ്റം ചെയ്തിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇനി നമുക്ക് ട്രഡീഷണൽ സ്പേസസ് ആഡ് ചെയ്യാനുള്ള, ഇപ്പോൾ നമുക്ക് നടുമുറ്റം, ചാരുവടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് ഇൻപുട്ടിൽ കൊടുക്കാൻ പറ്റും. ഇതിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങളുടെ പ്രൈസിങ് ഇവിടെ മാറുന്നുണ്ടാവും കേട്ടോ, നിങ്ങൾ കൊടുക്കുന്നതിനനുസരിച്ചിട്ട്. അടുത്തത് സോളിഡ് ബ്ലോക്സ് ഏത് തരം കല്ലാണ് നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ പിന്നെ കസ്റ്റം ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഇപ്പോൾ സോളിഡ് ബോക്സ് ആണെങ്കിലും ലാറ്ററൈറ്റ് സ്റ്റോൺ ആണെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ ഇവിടെ കാണാം. പിന്നെ അടുത്തതായിട്ട് നമുക്ക് അതിൻ്റെ വുഡ് ഏത് ടൈപ്പാണ് യൂസ് ചെയ്യുക എന്നുള്ളത് അതിൽ കസ്റ്റമായിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ അടുത്തത് നിങ്ങൾക്കായിട്ടൊരു കസ്റ്റം ഓപ്ഷൻ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ട് ആഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു പേരിന് പകരം ജസ്റ്റ് എസ് എന്ന് വെറുതെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാം. ഇനി നിങ്ങളൊരു കോൺട്രാക്ടറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കസ്റ്റമായിട്ട് പ്രൈസ് ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടെ ഇവിടെ വരുന്നുണ്ട്. നിങ്ങൾക്ക് പല പ്രൈസുകളും എഡിറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടെ ഇവിടെ വരുന്നുണ്ട്. ഈ ഒരു ഭാഗത്ത് വന്നാൽ നമുക്ക് ടോട്ടലി റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ നമ്മുടെ ഇതിൽ ആവറേജ് ആയിട്ട് എസ്റ്റിമേഷൻ കിട്ടാനുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്.